നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാധിക തുടങ്ങാം. മോളെ ഗംഭീരമായി. ശരിക്കും താൻ ഞങ്ങളെ ഞെട്ടിച്ചല്ലോടോ. ഇത്രയൊക്കെ കഴിവുണ്ടായിട്ടാണോ ഞങ്ങൾ വന്നൊന്ന് പാടാൻ പറഞ്ഞപ്പോ മടിച്ചത്? ദേ കുട്ടി, ഒരു സംശയവും വേണ്ട. അടുത്ത ശ്യാമ മാഡം കുട്ടി തന്നെയാ. അയ്യോ, അതെന്തായാലും അവള് സമ്മതിച്ചു തരില്ല. ശ്യാമ മേഡം എന്ന് പറഞ്ഞല്ലേ പുള്ളിക്കാരിയുടെ മനസ്സില് ദൈവത്തിന്റെ സ്ഥാനമാ. അതിനൊപ്പം എന്ന് പറഞ്ഞ് എന്റെ കൊച്ചിനെ വിഷമിപ്പിക്കരുത്. എനിവേ, താൻ ഞങ്ങളെ തൽക്കാലം ഒരു പ്രതിസന്ധി രക്ഷിച്ചു. പക്ഷേ നമ്മളിനിയും കാണും കേട്ടോ. ആഹാ. താൻ ഇനിയും പാടും. ഇതെന്താ സർ? ഒരു ചെറിയ പ്രതിഫലം. കുറച്ചു കാലം കഴിഞ്ഞ് വലിയ ആളാവുമ്പോ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ആദ്യ പ്രതിഫലം ഞാനാ തന്നെന്ന്. അയ്യോ, ഇതൊന്നും വേണ്ട സർ. അത് വാങ്ങിച്ചോളൂ. അല്ല, വാങ്ങിക്ക്.
ഇനി രണ്ടുപേരുടെ അനുഗ്രഹം വാങ്ങിക്കും. അതെ രഞ്ജൻ, മാം, ശ്യാമ മാഡത്തെ ഒന്ന് കാണാൻ പറ്റുമോ ഇപ്പോ? തലവേദന എടുക്കുന്നു, ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോയതാ. ഓക്കെ എന്നറിയില്ല. ഓ, പിന്നെ ബുദ്ധിമുട്ടിക്കണ്ട, പിന്നീട് എപ്പോഴെങ്കിലും കണ്ടോളാം. മാം, കുറച്ചേരം കൂടെ ഉണ്ടാവും അവിടെ. ജസ്റ്റ് ഒരു സീൻ, അത് കഴിഞ്ഞ് ഞാൻ മടങ്ങും. രഞ്ജിത്ത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. ഓക്കെ? ഓക്കെ മാഡം. ഓക്കെ, ശരി. ശരി മാഡം. ഇപ്പൊ ഇവിടെ എന്താ നടന്നേ? മാം, ഈ പാട്ട് ശരിക്കും സിനിമയിലിടുവോ? പിന്നെ അല്ലാതെ. ശ്യാമ മാഡത്തിന്റെ ശബ്ദവും നിന്റെ ശബ്ദവും കൂടി ഒന്നിച്ചാണ് ആൾക്കാർ കേൾക്കുന്നത്. എന്നാലും ശ്യാമ മാഡത്തിനൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. കാണും, നിങ്ങൾ തമ്മിൽ കാണും. ചേച്ചി, എന്താ ശ്രീ, ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നോ മാം, ഒരു പ്രോബ്ലം ഇല്ല. ആ കുട്ടി സത്യം പറഞ്ഞ ഞെട്ടിച്ചു, ഗംഭീരമായിട്ട് പാടി. നമ്മുടെ ആദ്യത്തെ കുട്ടിയുണ്ടല്ലോ, ടീന, ആ കുട്ടി തിരിച്ചുപോയത് നന്നായെന്നുള്ള ചിന്തയില നമ്മളെല്ലാവരും. അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട് മാഡം. താൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ എനിക്കതിൽ സംശയമൊന്നുമില്ല. തനിക്ക് മ്യൂസിക്കിനോടുള്ള കോൺഫിഡൻസ്, ആ പാഷൻ, അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. മാഡം അതൊന്ന് കേട്ടു നോക്കുകയാണെങ്കിൽ. ഞാൻ കേൾക്കണം. എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാ മാഡം, പ്ലീസ്. ശരി, കേട്ടോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.